ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് റവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇത് ബാംഗ്ലൂരിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. ഇതിൻ്റെ പേര് കേസരി ബാത്ത് എന്നാണ് പറയാ. ഇത് നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. റവ 1 കപ്പ് 250 ml ആണ്. വെള്ളം അതേ കപ്പ് തന്നെ 2 കപ്പ് വെള്ളം. ഏലക്ക, ഗ്രാമ്പൂ 3-4 എടുക്കണം. അണ്ടിപ്പരിപ്പ്, പൈനാപ്പിൾ, ഉണക്കമുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. നെയ്യ് ഒരു 4 സ്പൂണ്, എണ്ണ ഒരു 4 സ്പൂണ്, പഞ്ചസാര 1.5 കപ്പ്. പിന്നെ ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ഉപയോഗിക്കാം. ഞാൻ ഇനി ഒരു പാന് വെച്ചിട്ട് 3 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ നെയ്യും എണ്ണയും ഒരേ അളവിൽ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നെയ്യിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. ഇനി ഇതിലോട്ട് ഒരു 3 സ്പൂൺ എണ്ണയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ചൂടായാൽ ഏലക്കയാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രാമ്പു ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് റവ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് സോഫ്റ്റായി കിട്ടൂല. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര മാറ്റം വരുത്താം. ഇത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മെൽട്ടായി വരണം. ഞാൻ കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ മഞ്ഞ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ കളറും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യും എണ്ണയും ബാക്കി ഉണ്ടായിരുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൈനാപ്പിളുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.